രണ്ട് പൂരങ്ങളാണ്, ഇരട്ടപ്പൂരങ്ങളുടെ വാർത്താലഹരിയിലാണ് ഇന്നത്തെ വാർത്താദിനം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പൂരം എനിക്ക് മുന്നിൽ, മറ്റൊരു പൂരം തമിഴ്നാട്ടിലെ പൂരമാണ്. തമിഴ്നാട്ടിലെ പൂരത്തിലെ കുടമാറ്റത്തിൽ, രാഷ്ട്രീയ കുടമാറ്റത്തിലെ വർണ്ണവ്യത്യാസം ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഒട്ടേറെ രാഷ്ട്രീയ ചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഒരു ചലനത്തിനും സാധ്യതയില്ല. മൊത്തം ആവേശത്തിലെ ചലനം മാത്രമേ ഉള്ളൂ തൃശ്ശൂർ പൂരത്തിന്. തീർച്ചയായിട്ടും. ആരവം കേട്ടില്ലേ? അതിനകത്തേക്ക് പോകുമ്പോൾ ആർപ്പ് വിളിച്ചോണ്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിലൊരു ആരവം ഞങ്ങൾക്ക് കേൾക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് കേൾക്കാൻ കഴിയുമോ എന്നറിയില്ല. ആ ആരവം എന്ന് പറയുന്നത് കണിമംഗലം ശാസ്താവ് വടക്കനാഥന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇനി നിലയ്ക്കാത്ത ആരവമാണ്. ഇനി നിലയ്ക്കാത്ത ആരവം. അതെ. ഇനി അതിനുശേഷം ഇതേ വഴിയിലൂടെ അല്ലല്ലോ പടിഞ്ഞാറ് നടക്കി ഇറങ്ങിയിട്ട് ഒരു മേളം നടക്കും. തിരിഞ്ഞൊരു മേളം. അത് കണ്ട് വെയിൽ ചൂടാവുന്നതിന് മുമ്പ് കണിമംഗല ശാസ്താവ് കണിമംഗലത്തേക്ക് മടങ്ങും. അതെ. പിന്നെ അതിനുശേഷം ഘടകപൂരങ്ങളാണ്. അതെ. ചൂരക്കോട്ട് ഭഗവതി അല്ലേ? അതെ. ലാലൂര്, അയ്യന്തോള്, പരമുക്കമ്പള്ളി, അങ്ങനെ പറഞ്ഞിട്ട് എണ്ണം പറഞ്ഞു വരാനുണ്ട്. അതെ. അതിനൊരു ചരിത്രമുണ്ട് കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. യഥാർത്ഥത്തിൽ ഈ പൂര ഉത്സവം ഈ മാലോകർക്ക് വേണ്ടി ശക്തൻ തമ്പുരാൻ ആവിഷ്കരിക്കുന്നത് എന്നാണെന്ന് ഓർമ്മിക്കണം. അത് ചരിത്രം തുടങ്ങുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 1790-കളിലെ അവസാനം ആറാട്ടുപുഴ പൂരമാണ് അന്ന് പൂരങ്ങളിൽ പൂരം. ആ ആറാട്ടുപുഴ പൂരം നടക്കുമ്പോൾ ഇതേപോലെ ഘടകപൂരങ്ങൾ എന്ന പേരിൽ ദേശപൂരങ്ങൾ വരും. അങ്ങനെ വരുന്ന ദേശപൂരങ്ങളിൽ ഒരു വർഷം കനത്ത മഴ പെയ്തു. അതുകൊണ്ട് ദേശപൂരങ്ങളിൽ പലർക്കും എത്താൻ സാധിച്ചില്ല. ലാലൂരാണെങ്കിലും ശരി, അയ്യന്തോളാണെങ്കിലും ശരി, കണിമംഗലമാണെങ്കിലും ശരി, അന്ന് പൂരത്തിനെത്താത്ത ദേശങ്ങളെ നാട്ടുകാർ എന്ത് ചെയ്തു? അവിടുത്തെ ആറാട്ടുപുഴയിൽ നിന്ന് അവർ ഭ്രഷ്ടരാക്കി. അവിടെ അങ്ങനെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടൊരു സമൂഹത്തെ ശക്തൻ തമ്പുരാൻ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്കൊരു പൂരം. അതെ, തേക്കിൻകാട് അങ്ങോട്ട് വെട്ടിത്തെളിച്ചു. അങ്ങനെ ശക്തൻ തമ്പുരാൻ ഒരുക്കി കൊടുത്ത പൂരത്താണ് 8 ഘടകപൂരങ്ങൾ വന്ന് ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ, അതായത് തിരുവമ്പാടിയും പാറമേക്കാവിനുമാണ് ഈ തേക്കിൻകാട് മൈതാനിയിലും വടക്കനാഥന്റെ സന്നിധിയിലും പൂരം എഴുന്നള്ളിക്കാനുള്ള അവകാശം. അല്ലേ? അതെ, അവർക്ക് മാത്രമാണ് വെടിക്കെട്ടിനുള്ള അവകാശം, അവർക്ക് മാത്രമാണ് കുടമാറ്റത്തിനുള്ള അവകാശം. പലപ്പോഴും ഈ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറമേളം, പഞ്ചവാദ്യം, അതേപോലെ അല്ലെ പാണ്ടിമേളമുണ്ട്, നടപാണ്ടിയുണ്ട്, ചെമ്പടയുണ്ട്. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് മാറിപ്പോകും. ഇതിൽ ഏതാണ് പാറമേക്കാവിൻ്റെത്, ഏതാണ് തിരുവമ്പാടിയുടേത് എന്നൊക്കെ മാറിപ്പോകും. ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല. ഇപ്പോൾ ആദ്യം പുറപ്പെടുന്നത് തിരുവമ്പാടിയാണ്. അപ്പൊ തിരുവമ്പാടിയിൽ നിന്ന് നമ്മൾ ആദ്യം പുറപ്പാട് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് എന്താണ്? തിരുവമ്പാടിയിൽ നിന്ന് പുറപ്പെട്ട് മഠത്തിലേക്ക് എത്തും. അപ്പൊ മഠത്തിലേക്ക് വരിക എന്നതിനും ഒരു കഥയുണ്ട് അല്ലേ? ആ കഥ ദീപക് പറയുമല്ലോ. ഞാൻ പറയാം. അതായത് മഠം എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്താണ്. അത് വേദപഠനമൊക്കെ ആയി നേരത്തെ ഉണ്ടായിരുന്നതാണ്. അവിടെ സ്വാമിയാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പക്കല് ഈ സ്വർണം കൊണ്ടുള്ള നെറ്റിപ്പട്ടം ഉണ്ടായിരുന്നു. സ്വർണം കൊണ്ടുള്ള നെറ്റിപ്പട്ടം. അതെ. അപ്പൊ തിരുവമ്പാടിക്കാർക്ക് ഒരു മോഹം വന്നു, ഞങ്ങളുടെ ആനകൾക്ക് സ്വർണം കൊണ്ടുള്ള നെറ്റിപ്പട്ടം വെച്ചാലോ. അപ്പൊ ചോദിച്ചു. അപ്പോൾ നിങ്ങളെ ആനയെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇവിടെ കൊണ്ടുവന്നിട്ട് പൂജ നടത്തുകയാണ് പറഞ്ഞു. ആ നെറ്റിപ്പട്ടം തരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോകുന്നു, അവിടെ ഇറക്കി പൂജ നടക്കുന്നു, അവിടെ നിന്ന് ആ നെറ്റിപ്പട്ടം സ്വീകരിക്കുന്നു, വരുന്നു. ഇപ്പൊ സ്വർണം കൊണ്ടുള്ള അല്ല, പോലും ഇപ്പൊ സ്വർണ്ണമല്ല. പക്ഷെ അന്ന് ഈ ബ്രഹ്മസ്വം മഠത്തില് സ്വാമിയാര് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നെറ്റിപ്പട്ടം, സ്വർണം കൊണ്ടുള്ള നെറ്റിപ്പട്ടം കെട്ടാമെന്ന് തിരുവമ്പാടി ദേവസ്വത്തോട് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഒരു പുതിയ ആചാരം കൂടെ ഉണ്ടായി. തിരുവമ്പാടിയിൽ നിന്ന് എഴുന്നള്ളുന്ന ഈ ആനകള് അവിടെ വന്ന് തിരുവമ്പാടി ഈ ബാലഭദ്രകാളി രൂപത്തിലുള്ള ഭഗവതിയെ അവിടെ ഇറക്കി വെച്ച് പൂജ നടത്തും. അങ്ങനെ ഒരു പേര് കൂടെ വന്നു. മഠത്തിൽ വരവിനോടൊപ്പം ഇറക്കി പൂജ. ആ ഇറക്കി പൂജ കഴിഞ്ഞാൽ പിന്നീട് മഠത്തിൽ വരവ് പഞ്ചവാദ്യം തുടങ്ങി അല്ലെ? അവിടെ നിന്നാണ് അങ്ങോട്ട് കൊട്ടി കയറാൻ പോകുന്നത് അല്ലെ? ആ പഞ്ചവാദ്യം ഇങ്ങനെ വന്ന് പിന്നെ വരുന്നത് നേരെ വടക്കനാഥനിലേക്കാണ്. അപ്പോഴത്തേക്ക് പാറമേക്കാവ് ഏകദേശം ഒരു 11 മണിയോട് കൂടി പാറമേക്കാവിൽ നിന്ന് തുടങ്ങും. പാറമേക്കാവിൽ നിന്ന് തുടങ്ങുന്നത് മറ്റൊന്നാണ്. ചെമ്പട കൊട്ടി. അപ്പൊ ചെമ്പട കൊട്ടി, പാറമേക്കാവ്, മഠത്തിൽ വരവിനോടൊപ്പമുള്ള പഞ്ചവാദ്യം, അത് രണ്ടും കഴിഞ്ഞ് അങ്ങോട്ട് വന്നാൽ പിന്നെ 4 മണിക്കൂറുണ്ടല്ലോ ഒരു പെടയാ പെടക്കണേ. ആ പെടയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പെടയല്ല, ഇലഞ്ഞിത്തറ മേളമാണ്. ഇലഞ്ഞി അങ്ങോട്ട് പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിങ്ങനെ കടന്ന് കട്ട അടിക്കും. അത് നമ്മുടെ മനസ്സിടിക്കുന്ന പോലെ ഇന്നിപ്പോ തമിഴ്നാട്ടിലെ മനസ്സ് ഇടിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ പൂരമാണ്. അവിടെ DMK അതല്ലെങ്കിൽ BJP ഓർ ADMK. അപ്പോൾ ഇരട്ടപ്പൂരത്തിന്റെ വാർത്താലഹരിയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്തു. ശരിക്കും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ചാർജ് ചെയ്തു പോകുന്ന ഒരു മൊമെന്റാണ്. ഒരു രക്ഷയില്ല. ഈ ആളുകൾ നിൽക്കുന്നുണ്ടല്ലേ, ഈ എല്ലാവരുടെ മുഖത്ത് സന്തോഷമായിട്ടു. ആ സന്തോഷവും ആവേശവും ഒക്കെ ഇനി ഈ കടുത്ത വെയിലിനെ ഇവർ മറികടന്നായിരിക്കും ഇലഞ്ഞിത്തറമേളം ആസ്വദിക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് കുടമാറ്റം. ഇതിലെ ഒരു പ്രത്യേകം എന്താ അറിയോ, ഈ മുൻ വർഷങ്ങളെ ഇപ്പൊ ചൂട് കൂടുതലാന്ന് പറയുന്നത്, ഈ ആളുകളൊക്കെ വിട്ടു നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, കാറ്റ് കടന്നു വരാൻ സ്ഥലം ഉണ്ടാവില്ല. അവിടെ പക്ഷെ പ്രശ്നമില്ലെന്നേ, അവർക്ക് ഈ ചൂടൊന്നും പ്രശ്നമല്ല. ഈ ഒരു ദിനം എന്ന് പറയുന്നത് കുടമാറ്റം കാണണം, ഈ പറഞ്ഞ പോലെ ഇലഞ്ഞിത്തറമേളം കാണണം,
മടത്തിൽവാര് പഞ്ചവാദ്യം കാണണം, അതിന് കാറ്റ് കൊള്ളണം എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അന്നത്തെ ദിവസം ആസ്വദിക്കുക എന്നുള്ളതാണ്, അത് ആസ്വദിക്കും. ഗംഭീര ഡേ ആണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇരട്ട വാർത്താ ലഹരിയിൽ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ തൃശ്ശൂരിലെ പൂരനഗരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.